من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി അവൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. വിപത്തുകൾ ഈ ഭൂമിയിൽ മനുഷ്യജീവിതത്തെ ബാധിച്ചുകൊണ്ടേയിരിക്കും. വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളാകുന്ന വിപത്തുകൾ മനുഷ്യവർഗം നേരിടേണ്ടി വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഏതൊരു മുസീബത്ത് ബാധിച്ചാലും അത് അള്ളാഹുവിൻ്റെ അറിവിലും അവൻ്റെ തീരുമാനത്തിലും പെട്ട കാര്യമാണ്. എന്നാൽ മനുഷ്യൻ വിളിച്ചു വരുത്തുന്ന കുറേ വിപത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ശക്തമായ രൂപത്തിൽ ഓർമ്മപ്പെടുത്തിയ കാര്യം, തീർച്ചയായും നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കും, പല രൂപത്തിലും. എന്നാൽ ഏതൊരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചാലും അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു, അവർ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൽ നിന്നാണ്. തീർച്ചയായും നമ്മൾ അവനിലേക്ക് മടങ്ങുന്നവരാണ്. ഇതൊരു വിശ്വാസമാണ്, ഒരു മൻഹജാണ്, ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ മാർഗമാണ്. ഈ വിശ്വാസം ശരിക്കുള്ള ഒരു വ്യക്തിക്ക് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ റബ്ബിൽ നിന്നുള്ള രക്ഷയും കാരുണ്യവും അവർക്കുണ്ടാകും. അവർ തന്നെയാണ് വിജയം പ്രാപിക്കുന്നവർ, സന്മാർഗം പ്രാപിക്കുന്നവർ. മുസീബത്തുകളെക്കുറിച്ച് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്, വിപത്തുകൾ അനുഭവിക്കുമ്പോൾ, കാണുമ്പോൾ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും ബാധിച്ചിട്ടില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, ആരെങ്കിലും അള്ളാഹിൽ വിശ്വസിക്കുന്ന പക്ഷം അവൻ്റെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കുന്നതാണ്. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും, ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാണ്. അപ്പം അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ് എല്ലാം നടക്കുന്നത്. ഏതൊരു മുസീബത്തും ബാധിച്ചിട്ടുള്ളത് അള്ളാഹിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ്. എന്നാൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവൻ്റെ ഹൃദയത്തിന് നേർവഴി കാണിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ആ മുസീബത്തിനെ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, ആ രൂപത്തിൽ അത് അവൻ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും, സൂറത്ത് ഹദീദിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ ഏതൊരു മുസീബത്തും നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല. വലാ ഫി അൻഫുസിക്കും, നിങ്ങൾക്ക് തന്നെയും, സ്വന്തത്തിനും അല്ലെങ്കിൽ ഭൂമിയിൽ മറ്റേതെങ്കിലും ആളുകൾക്ക്, വേറെ എവിടെയെങ്കിലും, നിങ്ങൾക്കാകട്ടെ മറ്റുള്ളവർക്കാകട്ടെ ഏത് മുസീബത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, ഒരു ഗ്രന്ഥത്തിൽ അതിനു മുമ്പേ അത് രേഖപ്പെടുത്താതെ പോയിട്ടില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ മേൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അള്ളാഹു അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഭൂമിയിൽ ആർക്കെങ്കിലും അള്ളാഹ് അറിയിച്ചു കൊടുക്കണ്ടോ?
ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ബസ് അപകടം ഉണ്ടായപ്പോൾ കുറെ അധ്യാപകർ മരണപ്പെട്ടു. ഉടനെ വന്നു ടെലിപ്പതി, ഇതാ ഇന്ന ആള് പറഞ്ഞു, ആൾക്ക് കുറെ മുമ്പേ പ്രഖ്യാപിച്ചു, പറഞ്ഞു, ഇന്ന ബസ് ഇവിടെ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പലതും പല രൂപത്തിലും വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരറിവ് ഒരാൾക്കും നൽകുന്നില്ല. ഊഹത്തിന്റെ പേരിൽ എന്തോ പറയാം. ഒരാൾ 100 പറയുന്നു, അതിലേതെങ്കിലും ഒന്ന് ചിലപ്പോ ഏതെങ്കിലും ഒരു ആഘാതത്തേക്ക് നടന്നേക്കാം. ആ നടന്നത് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അയാൾക്ക് അറിവ് കിട്ടുന്നു എന്നതാണോ? അല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ഗ്രന്ഥത്തിൽ അതുണ്ട്. അത് അള്ളാഹ്ക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. ഇനി ഭൂമിയിൽ ഉണ്ടാകുന്ന മുസീബത്തുകളിൽ ഏറെയും മനുഷ്യൻ അവന്റെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അതാണ് വിളിച്ചു വരുത്തുന്ന വിപത്തുകൾ. വയഅഫു അൻ കസീർ, മിക്കതും അല്ലാഹു മാപ്പാക്കാണ്. അല്ലാഹു തആല മാപ്പാക്കുന്നത് കൊണ്ടാണ് പല വിപത്തുകളും നാട്ടിൽ നടക്കാതെ പോകുന്നത്. എന്നാൽ ചിലതൊക്കെ നടക്കുന്ന വിപത്തുകൾ സംഭവിക്കുന്നു, അതിന്റെ പിന്നിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇതൊരു സ്ഥലത്ത് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്. സൂറത്ത് റൂമിലും കാണാം, വൈദാ അദക്കന അന്നാസ റഹ്മതൻ ഫരിഹു ബിഹാ. റഹ്മത്ത് കിട്ടിയാൽ മനുഷ്യൻ അതിൽ സന്തോഷിക്കും. വൈൻ തുസിബുഹും സയ്യിഅത്തൻ ബിമാ ഖദ്ദമത് ഐദീഹിം. അവരെ കൈകൾ മുൻകൂട്ടി ചെയ്തത് നിമിത്തം എന്തെങ്കിലും സയ്യിഅത്ത് അവർക്ക് ബാധിച്ചാൽ, തുസിബുഹും സയ്യിഅ, എന്തെങ്കിലും മുസീബത്ത് വന്നാൽ, ഇദാഹും യഖ്നതൂൻ, അവരതാ നിരാശയുള്ളവരായി കഴിയുന്നു. ആ മുസീബത്തിൽ ആകെ നിരാശപ്പെട്ട് അവൻ കഴിയുകയാണ്. അവിടെ അല്ലാഹു പറഞ്ഞത് കൈകൾ, അവനവന്റെ കൈകൾ പ്രവർത്തിച്ച നിമിത്തം എന്നാണ്. സൂറത്ത് ശൂറയിൽ അല്ലാഹു പറയാണ് 48-ാമത്തെ ആയത്തില്, വഇന്നാ ഇദാ അദഖനൽ ഇൻസാന മിന്നാ റഹ്മതൻ ഫരിഹ ബിഹാ. റഹ്മത്ത് കിട്ടിയാൽ സന്തോഷിക്കും. വൈൻ തുസിബുഹും സയ്യിഅത്തു ബിമാ ഖദ്ദമത് ഐദീഹിം. അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണം എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഫഇന്നൽ ഇൻസാന കഫൂർ, തീർച്ചയായും മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ്, നന്ദികേട് കാണിക്കുന്നവൻ തന്നെയാണ്. അള്ളാഹു കൊടുത്ത പല റഹ്മത്തും അള്ളാഹ് പറഞ്ഞ പോലെ അവൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ മുസീബത്ത് പലതും മനുഷ്യന്റെ കൈകൾ പ്രവർത്തിക്കുന്നത് കാരണം, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം മനുഷ്യൻ വിളിച്ചു വരുത്തുന്ന പല വിപത്തുകളുമുണ്ട്. എല്ലാം അള്ളാന്റെ അറിവിൽപ്പെട്ടതാണ്, അള്ളാന്റെ ഇൽമിൽപ്പെട്ടതാണ്. അള്ളാഹ് അറിയാത്തൊന്നുമില്ല. നമുക്ക് എന്ത് മുസീബത്ത് നമ്മളെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി വന്നതാണെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ അറിവിലും തീരുമാനത്തിലും പെട്ടത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അല്ലാഹു തആല ചില മുൻകരുതലുകൾ നമുക്ക് നൽകുന്നുണ്ട്. മുസീബത്തുകൾ വരാതിരിക്കാൻ, വിപത്തുകൾ ബാധിക്കാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കണം എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പക്ഷെ അള്ളാഹ് തന്നെ പറഞ്ഞു, നിങ്ങൾ ചില മുൻകരുതലുകൾ എടുക്കണം. അതെടുത്തിട്ടില്ലെങ്കിൽ ആ തീരുമാനങ്ങൾ, മുൻകരുതലുകൾ എടുക്കുന്നിടത്ത് വരുന്ന പാളിച്ചകൾ പല വിപത്തിനും കാരണമായി തീരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് നമുക്ക് മരണശേഷം സ്വർഗം കിട്ടാൻ ആവശ്യമായ വഴി പറഞ്ഞു തരാനാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രമാണോ പറഞ്ഞത്? ഈ ഭൂമിയിൽ നമുക്കെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുന്നത് റസൂലിനെ സഹിക്കാൻ കഴിയോ? റസൂലിനെ പറ്റി പറഞ്ഞു, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്നത് സഹിക്കാൻ കഴിയാത്ത നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ചില നിർദ്ദേശങ്ങളും മുൻകരുതലുകളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വലിയ വലിയ വിപത്തുകൾക്കെതിരിലുള്ള ഒരു ജാഗ്രതയും ശ്രദ്ധയും കരുതലുമായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും അവിശ്വാസികളായ ആളുകളെപ്പോലെ, കാഫിറുകളെപ്പോലെ പെരുമാറും. നമ്മളെ പെരുമാറ്റം അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, സൂറത്ത് ഖസസിലെ 47-ാമത്തെ ആയത്തില്, ചില മനുഷ്യന്റെ വാക്കുകളും പ്രവർത്തികളും കാരണം, വലൗല അൻ തുസീബഹും മുസീബത്തുൻ ബിമാ ഖദ്ദമത് ഐദീഹിം ഫയഖൂലു, അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അവർക്ക് വന്ന വിപത്തുകളാണ്.
അവര് പറയാണ് റബ്ബന ലൗല അർസൽത ഇലൈന റസൂല, ഞങ്ങൾക്കൊരു റസൂലിനെ അയച്ചു തന്നിരുന്നെങ്കിൽ ഫനത്തബിയ ആയാതിക വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ ആ തെളിവുകൾ പിൻപറ്റുകയും ഞങ്ങൾ മുഅ്മിനീങ്ങളിൽ പെടുകയും ചെയ്യുമായിരുന്നു ഒരു റസൂലിനെ അയച്ചെന്നാൽ. ഇത് മക്കത്തെ നിഷേധികൾ പറഞ്ഞതാ. ഇതേ അവസ്ഥയാണ് നമ്മളത്. എങ്ങനെ? റസൂല് വന്നു, ഏതൊരു കാര്യത്തെക്കുറിച്ചുമുള്ള മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടി റസൂൽ പഠിപ്പിച്ചു തന്നു. പക്ഷെ അതൊന്നും നമ്മൾ അറിയാതെ പഠിക്കാതെ നമ്മൾ പോയി. അവര് പറഞ്ഞു, നമ്മൾ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി നമ്മൾ അറിയണം. ഒന്നാമതായി അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ മുഅ്മിനീങ്ങളെന്ന് വിളിച്ചിട്ട് അല്ലാഹ് പറയാ നിങ്ങൾ കാഫിറുകളെ പോലെ ആവരുത് എന്ന്. എന്താണ് ആ കാര്യം എന്നറിയോ? ഇത് കേട്ടാൽ നമ്മളിങ്ങനെ മനസ്സിൽ സ്വന്തം നമ്മൾ പറയും, നമ്മളൊക്കെ എത്ര വട്ടം ഇങ്ങനെ ഒരു ദിവസം കാഫിറാകുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, വിളിക്കണത് മുഅ്മിനീങ്ങളെ, ലാ തകൂനു കല്ലദീന കഫറു, നിങ്ങൾ കാഫിരീങ്ങളെ മാതിരി ആകരുത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാഫിറുകൾ പറയുന്നൊരു വാക്കുണ്ട്, അത് കാഫിറേ പറയുള്ളൂ, മുഅ്മിൻ പറയില്ല, പറയാൻ പാടില്ല. എന്താണ്? ഖാലൂലി ഇഖ്വാനിഹിം, അവരവരുടെ സഹോദരങ്ങളോട് പറയും, ഇദാ ലറബു ഫിൽ അർളി, അവർ നാട്ടിൽ ഭൂമിയിൽ കൂടെ വണ്ടി ഓടിച്ച് യാത്ര ചെയ്ത് പോവുകയാണെന്ന് വിചാരിച്ചോളി, അല്ലെങ്കിൽ അവർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു, അങ്ങനെ അവർക്ക് ഒരു അപകടം പറ്റി, അവർ ഭൂമിയിൽ കൂടെ സഞ്ചരിക്കുക, ആ വാഹനം ഓടിച്ച് പോവുകയാണ്, യാത്ര ചെയ്യാണ്, ഒരു അപകടം പറ്റി, ഒരു മുസീബത്ത് വന്നു, ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ യുദ്ധത്തിന് പോയി, അങ്ങനെ അവർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ പരിക്കു പറ്റി. ഇങ്ങനെ വന്നാൽ ഇവർ പറയും, ലൗ കാനു ഇന്ധനമാ മാത്തു വമാ കുത്തിലു, അവര് അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ, അവരാ യാത്ര ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ വാഹനത്തിൽ കയറിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ വാഹനം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അതിൽ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ അപകടം പറ്റൂലായിരുന്നു, നമ്മൾ മരിക്കൂലായിരുന്നു എന്നവർ പറയും. ആര്? കാഫിറുകൾ പറയും. ഇങ്ങനെ മുഅ്മിനീങ്ങളെ നിങ്ങൾ കാഫിരീങ്ങളെ മാതിരി ആവരുത് എന്ന്. ഇത് പറഞ്ഞത് കൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് പോയതുകൊണ്ടാ പറ്റിയത്, പോയിട്ടില്ലെങ്കിൽ പറ്റൂലായിരുന്നു. ആ വണ്ടിയിൽ പോയതുകൊണ്ടാ പറ്റിയത്. ആ വണ്ടി അല്ലെങ്കിൽ അതിന് പകരം ഏതെങ്കിലും വലിയ ബസ്സായിരുന്നെങ്കിൽ അത് പറ്റുമായിരുന്നില്ല. ഇങ്ങനെയുള്ള വർത്താനൊന്നും ഒരു മുഅ്മിനായ മനുഷ്യൻ പറയരുത്. ഒരു മുഅ്മിനായ മനുഷ്യൻ അത് പറഞ്ഞാൽ അവൻ കാഫിറിനെ പോലെയാണ്. അല്ലാഹ് പറയാ, കാഫിരീങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത് എന്ന്. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഇങ്ങനെയുള്ള വാക്ക് എത്ര വട്ടം പറയാറുണ്ട്. നമ്മളെ കുട്ടിയൊക്കെ എന്തെങ്കിലും അപകടം പറ്റി, അപ്പം നമ്മൾ പറയും, അതിനോട് അപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ പോണ്ടാന്ന്, ഇത് പോയതുകൊണ്ടല്ലേ പറ്റിയത്. ഈ വാക്ക് ആരെ വാക്കാ? കാഫിറിന്റെ വാക്കാ. മുഅ്മിൻ കാഫിറാകാൻ വല്ലാത്ത സമയമൊന്നും വേണ്ട. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ഈമാൻ പൊളിഞ്ഞു, കുഫറിലേക്ക് പോയി. ശ്രദ്ധിക്കണം. അപ്പൊ വിപത്തുകളെ കുറിച്ച് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയം അതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വീട്ടിൻ്റെ അകത്തിരുന്നാലും പുറത്തേക്ക് പോയാലും ഒക്കെ വരാനുള്ളതൊക്കെ വന്നിരിക്കും, സംശയമൊന്നുമില്ല കാര്യത്തിൽ. എന്നാൽ വീടിനകത്തിരിക്കുകയാണെങ്കിലും പുറത്തു പോവുകയാണെങ്കിലും കരുതൽ വേണം, ശ്രദ്ധ വേണം. ഒരാൾ കണ്ണും ചെമ്പി വാഹനം കണ്ട് ഓടിച്ചിട്ട് വരികയാണെങ്കിൽ എന്തായാലും പടച്ചോന് തീരുമാനമാണെങ്കിൽ അപകടം പറ്റുമെന്ന് വിചാരിച്ചിട്ട് കണ്ട് അടച്ച് വണ്ടി കണ്ട് ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഒരു മുഅ്മിനിനെ അല്ലാഹ് പഠിപ്പിച്ചു തരികയാണ്, മുസീബത്ത് അല്ലാഹ് അറിയുന്നു, അള്ളാഹിന്റെ തീരുമാനമൊക്കെ വരും. നിങ്ങളുടെ കൈകൾ കാരണം, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം മുസീബത്ത് വരും. നിങ്ങൾ ചെയ്യേണ്ടത് ചില മുൻകരുതലുകൾ എടുക്കണം. ആ മുൻകരുതലുകൾ, നിങ്ങൾ വീടിനകത്താണെങ്കിലും എന്ത് വേണം? ഖുർആൻ ഓതണം, ദിക്റുകൾ ചെല്ലണം, ഖുർആൻ പാരായണം ഉണ്ടാകണം, ഇതൊക്കെ പതിവാക്കണം വീടിനകത്ത്. ഉറക്കിലും ഉണർച്ചയിലും ഉറങ്ങാൻ പോവുകയാണ്, അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വളരെ കണിശമായ നിർദ്ദേശങ്ങൾ പറയാണ്. നിങ്ങൾ വീട്ടിനകത്താണ്, സുരക്ഷിതത്വമാണ്, വീടിനകത്ത് റൂമിൽ ഉറങ്ങാണ്, ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? ലാ തത്റുക്കുന്നാറ ഫീ ബുയൂത്തിക്കും ഹീന തനാമൂൻ. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പം അടുപ്പിൽ തീയുണ്ടോ നോക്കണം, വിളക്ക് കെടുത്തിയിട്ടുണ്ടോ നോക്കണം, വിളക്ക് കെടുത്തണം, തീ അണക്കണം. അടുപ്പിൽ തീ വെച്ച് തീ അണക്കാതെ, ഇപ്പൊ പല ആൾക്കാരും ഗ്യാസ് എന്നൊക്കെ മാറി ഇപ്പൊ വിറകിന്റെ അടുപ്പ് കത്തിക്കാൻ തുടങ്ങിയതാ. അപ്പോ ചിലപ്പോ പരിചയമൊന്നും ഉണ്ടാവില്ല. പണ്ടത്തെ ഉമ്മാമ്മമാര് അടുപ്പിൽ വിറകെത്തിച്ചതായിരിക്കും. ഇപ്പം നമ്മളെ പുതിയ തലമുറയിലെ പെൺകുട്ടികളൊക്കെ എപ്പോഴും ഇക്കാരം ഗ്യാസ് കിട്ടാതായപ്പോഴാണ് വിറകുമ്മക്ക് പോയിട്ടുണ്ടാകുക. അപ്പൊ ചിലപ്പോൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല. ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയാ, അടുപ്പിൽ തീയുണ്ടോ, നിങ്ങൾ കത്തിച്ച വിളക്കുണ്ടോ, അത് നിങ്ങൾ അണക്കണം. അത്തിഫുൽ മസാബീഹ, വിളക്കുകൾ കെടുത്തണം. ഇതാ റക്കത്തും, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് നമ്മൾ ഈ വൈദ്യുതിയും കറണ്ടൊന്നുമില്ല, എന്നിട്ടും മിസ്ബാഹ് വിളക്ക ഇതിനൊക്കെ പറയാ. എന്ത് ചെയ്യണം?
നമ്മൾ ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ഇതുണ്ടാവാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ അങ്ങനെ ഒരു വിളക്കിന്റെ തിരി കത്തിച്ച് അത് അണക്കാതെ കിടന്നാൽ ചിലപ്പോൾ ഒരു എലി വന്നിട്ട് അതിന്റെ തിരി എടുത്ത് കടിച്ച് ചിലപ്പോൾ ഓടിയേക്കാം. അങ്ങനെ ആ വീട് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്, തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാ, ശ്രദ്ധിക്കണം എന്ന്. അപ്പം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും, പല വീടുകളും കത്തുന്നു, ബിൽഡിങ്ങുകൾ കത്തുന്നു, തീ പിടിക്കുന്നു. നോക്കൂ നിങ്ങൾ, പടക്ക നിർമ്മാണശാല പൊട്ടിത്തെറിച്ച് എത്രയോ ആളുകൾ മരിച്ചു, വാർത്തകൾ വരുന്നു. മനുഷ്യന് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, അള്ളാഹു തന്ന സമ്പത്ത് അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതങ്ങനെ പൊട്ടിച്ച് ദൂർത്തടിച്ച് കളയാനാണോ? ഏത് മതമാകട്ടെ, ഏത് വിശ്വാസമാകട്ടെ, പാവപ്പെട്ടവർ, പ്രയാസപ്പെടുന്നവർ, ഈ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മാറാരോഗികളുണ്ടാകും. ഇറക്ക് വെള്ളം ചങ്കിൽ നിറക്കാൻ കഴിയാതെ ആർത്തനാഥ പൊട്ടിക്കരയുന്നവരുണ്ടായിരിക്കും. കുറച്ച് കാശ് കിട്ടിയാൽ തന്റെ മകന്റെ വൃക്കൊന്ന് മാറ്റിവെക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും. മനുഷ്യന്റെ കൈകൾ തന്നെയാണ് പല വിപത്തുകളും വരാൻ കാരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? വാതിലുകളൊക്കെ അടക്കണം. പിന്നെ റസൂൽ പറയാ, വിളക്കുകൾ കെടുത്തണം. കതകുകൾ അടക്കണം, ജനവാതിലുകൾ അടക്കണം. ഇഴജന്തുക്കൾ വരാം അകത്തേക്ക്. ചൂടുകാലമാണ്, ജനലൊക്കെ തുറന്നിട്ട് കിടക്കാണ്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ജനലടക്കണം, വാതിലടക്കണം. ഇഴജന്തുക്കളും വരാൻ സാധ്യതയുണ്ട്. ആ ജനലിലൂടെ കൈയിട്ട് സ്വർണ്ണം എടുത്തുകൊണ്ടാകാൻ കള്ളന്മാര് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗല്ലിക്കുൽ അബ്വാബ്, വാതിലുകൾ അടക്കണം. റസൂലുള്ളാഹിന്റെ വാക്കാം, ജനവാതിലുകൾ അടക്കണം. വഔഫുൽ അസ്ഖിയ, പാത്രങ്ങൾ, നിങ്ങൾ വെള്ളത്തിന്റെ പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. വെള്ളത്തിന്റെ പാത്രങ്ങൾ തുറന്നു വെക്കരുത്. ഭക്ഷണപാനീയങ്ങൾ മൂടി വെക്കണം. വഖമ്മറു തുആമ വശറാബ്, അന്നപാനീയങ്ങൾ മൂടി വെക്കണം, അടച്ചു വെക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇതൊക്കെ സുരക്ഷിതത്താണ്, മുസീബത്ത് വരാതിരിക്കാൻ. ഇനി അടുത്തത് പറയുന്ന കാര്യം എത്ര കൃത്യമാ നോക്കൂ നിങ്ങൾ. റസൂൽ പറയാണ്, നിങ്ങൾ കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നാൽ വിരിപ്പ് 3 തവണ കുടയണം, ഒരു വട്ടല്ല. ഇദാ അവാഹദുക്കും ഇലാ ഫിറാശിഹി ഫൽയൻഫുൽ ഫിറാശു ബിദാഖിലതി ഇസാരി ഫഇന്നഹു ലാ യദ്രി മാ ഖലഫു അലൈഹി. എങ്ങനെ കുടയണമെന്നും എത്ര വട്ടം കുടയണമെന്നും റസൂൽ പറയാ. വിരിപ്പിന്റെ ഒരു ഭാഗം, ഒരു അറ്റം പിടിക്കണം. വിരിപ്പിന്റെ ഒരു അറ്റം പിടിക്കണം. ഒരു അറ്റം പിടിച്ചിട്ട്, കാരണം വിരിപ്പ് ഒന്നായിട്ടാണ് ചെന്ന് പിടിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈക്ക് കടിക്കും. അപ്പൊ വിരിപ്പിന്റെ ഒരു അറ്റം, ഹദീസിന്റെ ഭാഗമാണിത്. വിരിപ്പിന്റെ ഒരു അറ്റം പിടിക്കണം. റസൂൽ പറയാ, എത്ര സുരക്ഷിതത്വമാണ്. വിരിപ്പിന്റെ ഒരു അറ്റം പിടിച്ചിട്ട് നിങ്ങൾ ഒരു തവണയല്ല 3 വട്ടം കുടയണം. സുന്നത്താണിത്. പരലോകത്ത് കൂലി കിട്ടുന്ന കാര്യ. റസൂൽ തന്റെ സുന്നത്താണിത്, പ്രതിഫലം കിട്ടുന്ന കാര്യ. 3 വട്ടം കുട. കാരണം ഒരു വട്ടം കുടഞ്ഞാൽ ചിലപ്പോൾ കണ്ടോളുന്നില്ല. 2 വട്ടം കുടഞ്ഞാൽ ചിലപ്പോൾ അയിമത്തിനെ പറ്റിപ്പിടിച്ച് നിൽക്കണുണ്ടാവും. 3 വട്ടം കുടയണം. വീണ്ടും റസൂൽ പറയാ, ഇനി നിങ്ങള് ഒരു വൈകുന്നേര സമയത്തൊക്കെ വിരിച്ചിട്ട്, അല്ലെങ്കിൽ രാവിലെ വിരിച്ചിട്ടു, പിന്നെ രാത്രി കിടക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കാണ്, അപ്പൊ കുറച്ച് നേരത്തെ വിരിച്ചിട്ടതല്ലേ, ഇപ്പൊ ഞാൻ പോയിട്ടുണ്ട് വന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കിടന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരിക. അങ്ങനെ വന്നാൽ നിങ്ങൾ ആ സമയത്തും അത് വിരിക്കണം. കാരണം ഫഇന്നഹു ലാ യദ്രി മാ ഖലഫഹു അലൈഹി, നിങ്ങൾ അവിടുന്ന് പോയതിനു ശേഷം അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയില്ല എന്ന്. ഒരു വീട്ടിനകത്ത് ഇപ്പോഴും പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുക. 2 കുട്ടികളെ കടിച്ചു, ഒരു കുട്ടി മരണപ്പെട്ടു. പിറ്റേ ദിവസം വീണ്ടും വേറൊരു വാർത്ത വന്നു, അതേപോലെ വീട്ടിനകത്ത് പാമ്പ്, കുട്ടി മരിച്ചു. വിരിപ്പിൽ, തലയണക്കടയിൽ കിടക്കുന്ന വിരിപ്പിൽ. സഹോദരങ്ങളെ, എത്രമാത്രം സങ്കടകരമാണ് 8 വയസ്സും 4 വയസ്സൊക്കെയുള്ള മക്കൾ ഇങ്ങനെ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കിടക്കുന്ന സ്ഥലം, ഇപ്പൊ നല്ല ചൂടുണ്ടാകും, അപ്പോ മുറ്റത്ത് കിടക്കുക, വരാന്തി കിടക്കുക. റസൂൽ പറയാണ്, വൈദാ അറസ്തും ബില്ലൈൽ, നിങ്ങൾ രാത്രി യാത്ര പോവുകയാണെന്ന് വിചാരിച്ചോളേ, ഉറങ്ങാനായാൽ ഫജ്തനിബു ത്വരീഖ, നിങ്ങൾ ഈ വഴിയിലൊന്നും കിടക്കരുത്, അത് ഒഴിവാക്കണം. ഫഇന്നഹാ മഅവൽ ഹവാമ ബില്ലൈൽ, രാത്രിയിൽ ഇഴജന്തുക്കളുടെ അഭയകേന്ദ്രമാണത്, ഇഴജന്തുക്കളുടെ സ്ഥാനമാണ്. ആ ഇഴച്ചു പോകുന്ന വഴിയായിരിക്കും അത്. രാത്രിയിൽ മനുഷ്യന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ പകലിൽ മനുഷ്യൻ പുറത്തിറങ്ങുമ്പോ അള്ളാഹ് സൃഷ്ടിച്ച ജീവജാലങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പകലിൽ അത് മാളത്തിനകത്ത് കയറിയിരിക്കുന്നു.
മനുഷ്യർ വീടിനകത്തേക്ക് കയറി സുരക്ഷിതമായാൽ ഇഴജന്തുക്കൾ പുറത്തിറങ്ങുന്നു, അതിന് അന്നം തേടി ഭക്ഷണം തേടി ഇറങ്ങാം രാത്രി, മനുഷ്യന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അതിന്റെ വഴി മുടക്കിയിട്ട് നിങ്ങൾ അവിടെ പോയി കിടക്കരുത് എന്ന് റസൂലുള്ളാഹി പറയാം. അങ്ങനെ കിടക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. എത്രമാത്രം വലിയ സുരക്ഷിതത്വമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഇനി ഇതൊക്കെ നമ്മൾ വീടിനകത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ വീട് എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ വീട് പൂട്ടിയിട്ട് പോകണം, ഗേറ്റ് അടക്കണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പുറത്തു പോകാൻ. ഇനി പുറത്തു പോകുന്നത് നടന്നാണ് പോകുന്നത് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യണം? റോഡിന്റെ വലത് സൈഡ് നോക്കിയിട്ട് പോവുക. വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ അത് അപകടം വരാതിരിക്കാൻ നല്ലത്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം. അതാണ് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക. റോട്ടിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം കൂടുതൽ ഈ ടൂ വീലറുകളേറ്റ് പോണത് ഒന്നുകിൽ ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ സ്ത്രീകൾ, അല്ലെങ്കിൽ കുറെ പ്രായമായ ആൾക്കാർ. അതാണ് ഇപ്പോൾ റോട്ടുമേൽ നിറച്ചും കാണുന്നത്. സ്കൂട്ടർമേൽ ഈ സ്കൂട്ടറായിട്ട് പോകുന്നവർ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരാം, ശ്രദ്ധിക്കണം. ഓടിക്കുന്നവൻ ശ്രദ്ധിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോവുകയാണെ അപ്പം നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി വാഹനത്തിലാണെങ്കിലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? സുരക്ഷിതത്വം. ഇനി ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പിടുകയാണ്. ഷൂവിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവും. ചിലപ്പം നല്ല തണുപ്പ് തേടി ചൂടുകാലത്ത് വന്ന് ഷൂവിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടാകും. എത്രയോ വീഡിയോകൾ നമ്മൾ കാണുന്നു. കണ്ടിട്ട് വീണ്ടും പോയിട്ട് നമ്മളതിലെ അശ്രദ്ധയോടുകൂടി. അപ്പോൾ ചെരുപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, മാളങ്ങളുണ്ടാകും, അത് ശ്രദ്ധിക്കണം. ഇതൊക്കെ സൂക്ഷ്മത പാലിക്കണം. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിന് പുറമെ അള്ളാനെ ഏൽപ്പിക്കുകയും ചെയ്യാം. റസൂലുള്ളാഹി പറയാണ്, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന മലക്ക് പറയും, ഹുദീത വകുഫീത വവുഖീത, അവനത് മതി, അവന് സംരക്ഷണം ലഭിക്കപ്പെട്ടിട്ടുണ്ട്, അവൻ നേർമാർഗത്തിലായിട്ടുണ്ട് എന്ന് ആ മലക്കുകൾ അവന് വേണ്ടി പറയുന്ന. ശൈത്താന്മാർ അവിടെ നിരാശരാകും. ഒരു ശൈത്താൻ പറഞ്ഞു അവന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല, അവന് ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞു നാം. എന്നിട്ട് പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഔ ഉദല്ല അസില്ല ഔ ഉസല്ല അജ്ഹല ഔ ജഹല അലയ്യ. അല്ലാഹുവേ, ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്, ഞാൻ കാരണം വേറൊരാളെ നിയമത്ത് നീങ്ങുക, എൻ്റെ നിയമത്ത് നീങ്ങുക, ഞാൻ വഴി തെറ്റിപ്പോവുക, വേറൊരാൾ കാരണം ഞാൻ വഴി തെറ്റുക, ഞാൻ കാരണം വേറെ വഴി തെറ്റുക, ഒരാളുടെ അവിവേകത്തിന് ഞാൻ വിധേയനാകുക, ഞാൻ അവിവേകം ചെയ്യുക. കാക്ക് പടച്ചോനെ, നേരെ നമ്മളെ വണ്ടിയാണ് ചെന്നിട്ടുണ്ട് കയറി, നമ്മൾ അവിവേകം. ഇനി നമ്മളൊക്കെ ശ്രദ്ധിച്ചാ പോണത് വേറൊരുത്തർ ഇങ്ങോട്ട് വന്ന് കയറി, അപ്പൊ മറ്റോന്റെ അവിവേകം നമ്മളെ നേരെ ഉണ്ടാകല്ല പടച്ചോനെ. ഇതൊക്കെ പഠിപ്പിച്ചിട്ടും പഠിക്കാതെയും ചൊല്ലാതെയും നമ്മൾ ജീവിക്കണ്ടെങ്കിൽ നേരത്തെ കാഫിര്യങ്ങൾ പറഞ്ഞ പോലെ ഒരു റസൂലിനെ അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു പറഞ്ഞല്ലോ നേരത്തെ ഖുർആനിൽ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും സഹോദരങ്ങളെ. ഇനി വാഹനത്തിൽ കയറിയതിനു ശേഷം ബിസ്മില്ലാ 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 അൽഹംദുലില്ലാ 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 3 വട്ടം പറയാ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. യാത്ര നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോയ അധ്യാപകർ, ഒരു കണ്ണ് കാണാത്ത അധ്യാപകനും അദ്ദേഹത്തിന്റെ ഭാര്യയായ ടീച്ചറും ഒരുപാട് കാലം സന്തോഷത്തോടെ, മക്കളില്ലാഞ്ഞിട്ടും സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ ജീവിച്ചു. ഒരു നല്ല വീടുണ്ടാക്കി. ആ വീട്ടിൽ താമസിച്ച് പൂതി തീർന്നിട്ടില്ല, ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻകലബി ഫിൽ ബാലി വൽ അഖിൽ. വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, വഅസാഇ സഫർ യാത്രയിലെ ക്ലേശങ്ങൾ, വകആബത്തിൽ മൻദർ അങ്ങേയറ്റത്തെ വേദനാജനകമായ കാഴ്ചകൾ, വസൂഇൽ മുൻകലബി ഫിൽ മാലി വൽ അഖിൽ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയിട്ട് ദുഃഖത്തോടെ സങ്കടത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരിക, കുടുംബത്തിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ അവസ്ഥ ഉണ്ടാക്കല്ല പടച്ചോനെ. സുബീക്ക് ശേഷവും അസറിന് ശേഷവും 3 വട്ടം പറയണം, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. റസൂലുള്ളാഹി പറയാ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ലം തുസിബു ഫുജിഅത ബലാഇൻ, പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടങ്ങളും അവനെ ബാധിക്കൂല. രാവിലെ അവന് പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ പുലരുന്നത് വരെ അവനെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനകളൊക്കെയും നമുക്ക് വലിയ സുരക്ഷിതത്വമാണ് നൽകണത്. ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക, കരുതേണ്ട മുൻകരുതൽ എടുക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക,
റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. എന്നിട്ടും നമുക്ക് മുസീബത്ത് വന്നാൽ, ഇതൊക്കെ നമ്മൾ ചെയ്തു, ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ ചെയ്തത് തന്നെയാണ്, എന്നിട്ട് നമുക്കൊരു അപകടം വന്നു, നമുക്കൊരു മുസീബത്ത് വന്നാൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അത് റബ്ബിന്റെ രക്ഷയാണ്, കാരുണ്യമാണ്, അത് പ്രതിഫലമാണ്. അതിൽ അള്ളാഹു നമ്മൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അത് നമുക്ക് അതിന്റെ അനന്തരം ഗുണകരമായിട്ടായിരിക്കും നമുക്ക് ഫലിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരത്തിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന 8 തരം മരണങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. 8 തരം മരണങ്ങളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന, അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന പ്രാർത്ഥന റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂൽ നമ്മക്കത് പഠിപ്പിച്ചു തന്നു. നമ്മളത് പഠിച്ചോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം, സ്വന്തത്തോട് ചോദിക്കാം. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി വമിനൽ തറദ്ദി വമിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറം വഅഊദു ബിക മിൻ യതഖബ്ബതനി ശൈത്താനി ഇൻദൽ മൗത്ത് വഅഊദു ബിക നമൂത ഫീ സബീലിക മുദ്ബിറൻ വഅഊദു ബിക നമൂത ലദീഗൻ. 8 തരം മരണം. 1, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി, കെട്ടിടം തകർന്നു വീണ് മരിക്കുക. വമിനൽ തറദ്ദി, ചുരത്തിന്റെ മുകളിൽ നിന്ന്, മരത്തിന്റെ മുകളിൽ നിന്ന്, ടെറസിന്റെ മുകളിൽ നിന്ന്, ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് വീണ് മരിക്കുക. വമിനൽ തറദ്ദി. വമിനൽ ഗറഖി, കടലിലും പുഴയിലും മുങ്ങി മരിക്കുക, കുളത്തിലൊക്കെ മുങ്ങി മരിക്കുക. വമിനൽ ഹറഖി, വെന്ത് മരിക്കുക, കത്തി മരിക്കുക, ഗ്യാസ് പൊട്ടിത്തെറിച്ചും കാറിന് തീപിടിച്ചൊക്കെ മരിക്കുക. വമിനൽ ഹറഖി വൽ ഹറം, അങ്ങേ അറ്റത്തെ വാർദ്ധക്യം, ആരും നോക്കാനില്ലാതെ കഷ്ടപ്പെട്ടിട്ടുള്ള വാർദ്ധക്യം, അങ്ങനെയുള്ള മരണം. വഅഊദു ബിക മിൻ അൻ യതഖബ്ബതനി ശൈത്താൻ ഇൻദൽ മൗത്ത്, മരിക്കുന്ന സമയത്ത് ശൈത്താനിന്റെ ദുർപ്രേരണയാൽ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവുക. വഅഊദു ബിക നമൂത ഫീ സബീലിക മുദ്ബിറൻ, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുള്ള ഒരു മരണം. കുറെ കാലൊക്കെ അള്ളാന്റെ മാർഗത്തിലൊക്കെ ജീവിച്ചിട്ട് പിന്നെ മരിക്കുമ്പോൾ ദീനുമില്ല മതുമില്ല ഒന്നുമില്ലാത്ത രൂപത്തിൽ വെറും ദുനിയാവിന്റെ ആളായിട്ട് മരിച്ചു പോവുക. 8ാമത്തത് വഅൻ നമൂത ലദീഗൻ, വിഷമേറ്റ് മരിക്കുക, വിഷം കയറി മരിക്കുക, പാമ്പ് കടിയേറ്റ്, തേളുകടിയേറ്റ്, ഭക്ഷണത്തിൽ വിഷം കലർന്നൊക്കെ വിഷം തീണ്ടിയുള്ള മരണം. അങ്ങനെ 8 തരം മരണത്തിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ മരണപ്പെടും. എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും അതൊരു ഖൈറുള്ള മരണമാകണം, അള്ളാഹനെ ഓർത്തുള്ള മരണമാകണം, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മരണമാകണം. എങ്കിൽ സഹോദരങ്ങളെ, വരാനിരിക്കുന്ന ലോകം നമുക്ക് രക്ഷയുടെ ലോകമായിട്ട് മാറും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോകും തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ഒരു സഹോദരൻ നൈജീരിയയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. കപ്പലിൽ ജോലിക്കാരനാണ്, ചെറുപ്പക്കാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒട്ടുമല പ്രദേശത്തെ സിയാദി എന്നൊരു ചെറുപ്പക്കാരൻ, കുറഞ്ഞ വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ, 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുമെന്നാണ്. 40 ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ആകെ വളരെ ചുരുങ്ങിയ സംഖ്യ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മനസ്സറിഞ്ഞുള്ള ഒരു വിഹിതം ആ കുടുംബത്തിന് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ആ കളക്ഷൻ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്, ഇന്നല്ല അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നടക്കും. ഇതങ്ങനെ പറയുന്നത് എല്ലാവരും ഒന്ന് ഒരുങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു മനസ്സിൽ പ്രാർത്ഥിക്കുക. നമുക്കൊക്കെ ഇപ്പോൾ എന്തൊക്കെ അവസ്ഥകളാണ്, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ അവയവങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നു, നാളെ എന്തൊക്കെ
അസുഖങ്ങൾ നമുക്ക് വരാനുണ്ട്, നമുക്കറിയില്ല. റബ്ബിനോട് എല്ലാ അത്തരമുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അത്തരം അസുഖങ്ങൾ വന്നവരെ മറക്കാതെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സും നമുക്കുണ്ടാകണം. എല്ലാ നന്മകളിലും സഹായിക്കാനും സഹകരിക്കാനുമുള്ള ഈമാൻ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.